ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കിടിലനായിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇഡ്ഡലി ചെമ്പില്ലാന്ന് വെച്ചിട്ട് ആര് ഇഡ്ഡലി ഉണ്ടാക്കാണ്ട് നിൽക്കുന്ന നല്ല മസാല ഇഡ്ഡലി നമുക്ക് സിമ്പിളായിട്ട് ഇഡ്ഡലി മാവ് വെച്ചിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തൊക്കെ തരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ 2 മീഡിയം സൈസുള്ള തക്കാളി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ള തക്കാളി ആണെങ്കിൽ ഒന്ന് മാത്രം മതിയാവും. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇതിനകത്ത് അരച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കേ. അപ്പോൾ ഇനി നമ്മളിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് ചുവന്ന മുളക് 1 2 മാത്രം മതിയാവും കേട്ടോ. ഒരുപാട് എരിവൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീഡിയം സൈസിലൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളിത് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് കളറൊക്കെ മാറി സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് വയന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ആ ഒരു സവാളയുടെ കളറൊന്നും മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു നുള്ള് മഞ്ഞളും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്തിന് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും മാറ്റിയെടുക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തക്കാളി അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അരച്ച തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ടിയില്ല. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് തിള വന്ന് തുടങ്ങട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ദോശമാവ് നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതാ ഇഡ്ഡലി മാവ് അല്ലാന്നുണ്ടെങ്കിൽ ദോശമാവ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. 2 മാവും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഇഡ്ഡലി മാവ് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 2 പച്ചമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധിക പേർക്കുള്ള ടെൻഷനാണ് നമ്മൾ ഇഡ്ഡലി മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നില്ല, പുളി കിട്ടിയിട്ടില്ല, പുളി കൂടിപ്പോയി, അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. എനിക്ക് ഇതുപോലെ പ്രശ്നമൊക്കെ ഉണ്ടായത് ഇപ്പോൾ ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം 2 കപ്പ് പച്ചരി എടുക്കുക, 1 കപ്പ് ഉഴുന്ന്, ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണോളം ഉലുവയും ചേർക്കണം കേട്ടോ. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മളിത് കുതിർത്ത് വെക്കാൻ. പച്ചരി 2 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അതിലേക്ക് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല, വേറെ വേറെ ആയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ രണ്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചോറും കൂടിയും വേറെ തന്നെ അരച്ചെടുത്തിട്ട് രണ്ടും കൂടി മിക്സാക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ നല്ലതാട്ടോ, നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അധികം പുളിയൊന്നും ഉണ്ടാവില്ല, നമുക്ക് ആവശ്യമുള്ള പുളി മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ പച്ചരിയുടെയും ഉഴുന്നിൻ്റെ ഒക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അതിന് സമമായിട്ട് മാത്രം വെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ ദോശമാവ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതാ ഇതുപോലെ കുറച്ച് കുറച്ച് മാവായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അധികം തടി ഉണ്ടായെന്ന് വെച്ചിട്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. നന്നായിട്ട് ഇത് കുക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു മസാല ഇഡ്ഡലി റെസിപ്പി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ തുറന്ന് നോക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ കുറച്ച് മസാല എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ഇഡ്ഡലിയിലേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 10 സെക്കൻഡ്
ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നല്ല അടിപൊളി മസാല ഇഡ്ഡലി നമുക്ക് റെഡിയായിട്ട് കിട്ടുക. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും നല്ല കിടിലനായിട്ടുള്ള മസാല ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രമൊന്നും ഇല്ലാത്തവർ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഡ്ഡലിയുടെ ടേസ്റ്റും കിട്ടും. നമുക്ക് ചമ്മന്തി ഒന്നും ഉണ്ടാക്കേണ്ടിയില്ല. നല്ല സിമ്പിളായിട്ട് ഇഡ്ഡലിനേക്കാൾ സൂപ്പറായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള ഒരു മസാല ഇഡ്ഡലിയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതാ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളി മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി വേണ്ട എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ നമുക്കിതാ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താലില്ലേ, അവർ ഇനി ലഞ്ച് ബോക്സിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇതങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അവരങ്ങ് ഇഷ്ടം പോലെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.